So today is my 27th day of challenge. എൻ്റെ 27ാമത്തെ ദിവസമാണ് ചലഞ്ചിൻ്റെ. ഇനി ഏകദേശം 3 ദിവസം കൂടെ ഉള്ളൂ. ഇവിടെ ആരും എണീറ്റിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രിയും ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ 5:30 കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. ഐ ആം ജസ്റ്റ് ഗ്ലാഡ്. ഞാൻ ആ ഒരു പാറ്റേണിൽ ഈ ഉറക്കം ലേറ്റായിട്ടാണെങ്കിലും ഞാൻ എണീക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഇന്നലെ ഞാൻ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തായിരുന്നു കേട്ടോ, ഇരുന്നും ബെൻഡ് ചെയ്തും ഒക്കെ. അപ്പം നടു കുറച്ച് പണിയാണ്. ഇന്നലെ ഞാൻ പെയിൻ കില്ലർ കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴും അവരും പറയുന്നത് ചിലപ്പോൾ ഇൻഫ്ലമേഷൻ ആയതുകൊണ്ടായിരിക്കും 2 ആഴ്ച കഴിഞ്ഞിട്ടും ഈ വേദന നിൽക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് ആ ഒരു നമ്മുടെ സിറ്റിംഗ് പൊസിഷനിൽ കാറിലൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് അന്ന് ഡോക്ടറിനെ നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്യണം. ഇന്നലെ ഞാനൊരു ഡോക്ടറോട് ചോദിച്ചപ്പോഴും പുള്ളിക്കാരൻ പറയുന്നത് കൂടുതൽ ടൈം ഇരിക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നതൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഇരിക്കേണ്ട, കൂടുതൽ എക്സസൈസ് ആയിരുന്ന ആ ഒരു ബെൻഡ് ചെയ്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ കുറേ ചെയ്തപ്പോൾ ബോഡി നല്ല പെയിനുണ്ട്, ബോഡിയിൽ പെയിനുണ്ട്. ഇന്നലെ അത്രയും ചെയ്തിട്ട് നല്ല വേദനയാണ്. സോ അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. നമുക്ക് കുഷ്യൻ പോലുള്ള ചെയറിലിരുന്ന് എഴുതാം ആദ്യം. സോ അത് ചെയ്യാം. ഞങ്ങൾ റെസ്ക്യൂവിന് പോവാണ്. രാവിലെ തന്നെ ഇറങ്ങി. എനിക്കറിയില്ല, ഞാൻ 5:30 അലാറം അടിച്ചിട്ട് ഞാൻ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നേരം വെളുത്ത പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ എഴുതാനിരുന്നപ്പോഴും നല്ല വെട്ടം വീണ പോലെ തോന്നുന്നു. പക്ഷേ സൺറൈസ് ഒന്നും അങ്ങനെ ആയിട്ടില്ല, സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ ഇപ്പോൾ. പക്ഷേ വെട്ടം പോലെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എന്ത് പ്രതിഭാസമാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആട്ടെ. അപ്പം ഇന്നലെ കുറേ എക്സസൈസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ പോലും വലിയ നേരെ. എന്തായാലും നല്ലൊരു പണിയാണ് നടു എനിക്ക് തന്നത്. എന്തുവാടാ, വെട്ടും കുത്തും ആണല്ലോ നിന്റെ ദേഹം മൊത്തം. സോ ഗൈസ്, നമ്മളിന്ന് റെസ്ക്യൂന് വന്നേക്കണം. ദേവ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കൊല്ലത്ത്. ആൻഡ് ഇവിടെ ഐ ഷോ യു സംതിങ്. ഞങ്ങളുടെ ചെമ്പക്കുട്ടനെ ഞങ്ങൾ മുടി വെട്ടി കളയുക. കാണിച്ചു ഇതാണ് ഞങ്ങളുടെ ചെമ്പൻ. നോക്കണേ, കുക്ക് ബേബി. വിഷുവിനെ സംബന്ധിച്ചിട്ടുള്ള ഗ്രോമി. മൗഗ്ലി മൗഗ്ലി നോ 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 നോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഞങ്ങൾക്ക് ഡോഗ്സിനെ കുറേ പേരെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമുക്ക് തിരിച്ചു വിടണം. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്ത് തീർത്തിട്ട് വേണം ഇന്ന് തിരിച്ചു വരാൻ. നാളെ ഇനി 1-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഇത് വിഷു, കൊല്ലം പൂരം. സോ അതെല്ലാം കൂടി ആയിട്ട് ഇന്നേ നടക്കുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യണം. മെയിൻലി ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇതെല്ലാം ഈ ഡോഗിനെ വിടുന്നത് ഇന്ന് സ്റ്റെറിലൈസ് ചെയ്തത്. അപ്പോൾ സ്പെയിൻ ചെയ്ത ഡോഗ്സാണ്, അവരെ വിടണം. അപ്പം അതിന് ഞങ്ങൾക്ക് അഞ്ജലി പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരാളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പോകണം. അതെല്ലാം ചെയ്യണം. ആളെ കാണാനുണ്ടായിരുന്നു ആർപി മാളിൽ. സോ നമ്മൾ അവിടെ പോയി. അതിനുശേഷം ഇപ്പോൾ കൊറിയർ അയക്കാൻ നിൽക്കുകയാണ്. അതിനുശേഷം ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ 3 o'clock വരെ ഡോക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് എന്താണെന്ന് അറിയില്ല. ഇനി എനിക്ക് 5 വരെയും പോകണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ വന്ന ബിസി വുമണാണ്. ബിസി, ഫുൾ ടൈം ബിസിയാണ്. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കും. കുത്തിയിരിക്കാൻ സമയം കാണത്തില്ല, അത്രയും തിരക്കാണ്. പിന്നെ ഈ ആഴ്ച കുറച്ച് വരുമ്പം കുറച്ചധികം തിരക്കുണ്ടാവും. പിന്നെ കുറേ ആൾക്കാരെ കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. സോ വീഡിയോ എങ്ങനെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പറ്റാവുന്നിടത്തോളം ഞാൻ എടുക്കും. ആൻഡ് ടുഡേ 27th ഡേ ആണ് എൻ്റെ. ഇറ്റ്സ് കൈൻഡ് ഓഫ് നൈസ് ഫീലിംഗ്. കാരണം രാവിലെ എണീക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്കാണ് എണീക്കുന്നത്. പക്ഷേ എനിക്കിന്ന് വേദന ഉള്ളതുകൊണ്ട് അത്ര നല്ല മൂഡിലല്ല ഞാൻ. എനിക്ക് പെയിൻ ഇങ്ങനെ എടുക്കുകയാണ് എൻ്റെ ബോഡി. ഇരിക്കാൻ വയ്യ. ഞാൻ ഒരു സഹിച്ച ഒരു സൈഡ് കൊണ്ടൊക്കെ ഇരിക്കുന്ന. പിന്നെ CTയും എഴുതി ഇട്ടിട്ടുണ്ട്, എടുക്കാം.
CT എടുത്തു. ഇനി 3 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വരും. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ കൊല്ലത്ത് തന്നെയാണുള്ളത്. ഞാൻ CT സ്കാൻ എടുത്തായിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് കിംസ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഞാൻ ഇന്നലെ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അതുകൊണ്ട് കാണിക്കാനാണ് പറഞ്ഞത്. പെയിൻ കില്ലറൊന്നും കഴിക്കേണ്ട, കാരണം ഓൾറെഡി 2 വീക്ക് ബാക്ക് വന്ന സാധനം വീണ്ടും വേദന ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് കൊണ്ട് കാണിച്ച് കാര്യം എക്സ്റേ എന്തെങ്കിലും എടുക്കാനാണ് പറഞ്ഞത് ഇന്നലെ. അപ്പോൾ ശരി കിംസിൽ വിളിച്ചപ്പോൾ എൻ്റെ ചെയ്ത ഡോക്ടറുണ്ട്, അതായത് എനിക്ക് ആക്സിഡൻറ്റ് വന്നത്, എനിക്ക് ഓൾറെഡി ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാണ്. അപ്പോൾ ആക്സിഡൻറ്റിൽ തന്നെ നോക്കിയ ഡോക്ടറുണ്ട്. പുള്ളിക്കാരൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനില്ല. പുള്ളിക്കാരൻ ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്, അവിടെ വിളിച്ചപ്പോഴത്തേക്ക് അപ്പോയിൻമെൻറ്റ് ഒക്കെ തീർന്നു. എൻ്റെ ഒരു ഭാഗ്യമല്ലേ. സോ അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോയി. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു. പക്ഷേ അത് ജനറൽ മെഡിസിൻ ആണ് എടുത്തത്. അപ്പോൾ അതിൽ കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഇന്ന് ചെന്നപ്പം നല്ലൊരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിയെ കാണിച്ചു. പുള്ളിക്കാരി പറഞ്ഞ് CT എടുക്കണം. അങ്ങനെ അവിടെ തന്നെയാണ് CT എടുത്തത്. CT എടുക്കാൻ കുറേ സമയം എടുത്തു. അങ്ങനെ CT ഒക്കെ എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു 3 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 3 മണിക്കൂർ പോസ്റ്റാണ്. എനിക്കറിയില്ല, ഞാൻ വന്നപ്പോൾ മുതൽ ഞാൻ പലയിടത്തും പോസ്റ്റാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ബട്ട് പോസ്റ്റും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം. എന്തായാലും കുഴപ്പമില്ല, നല്ലതിന് വേണ്ടിയാണെങ്കിൽ പോസ്റ്റ് ഇസ് ഫൈൻ. ഞാൻ എവിടെ വേണമെങ്കിലും കുത്തിയിരുന്നോളാം, പക്ഷേ എനിക്ക് ഈ വേദന മാറണം. പിന്നെ ഇന്നലെ വന്നിട്ട് നമ്മൾ വെറുതെ ഞാൻ അങ്ങനെ കിടന്നങ്ങ് റെസ്റ്റ് ഒന്നും ഞാൻ എടുത്തില്ല. കാരണം ഒരു വട്ടം ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ ബിസി ആക്കി വെക്കാനാണ് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ മാത്രമല്ല, എന്തിനാ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുക എന്നുള്ളതല്ലോ. നാളെയും മറ്റന്നാളും ഒക്കെ വിഷുവും ആ കാര്യങ്ങളൊക്കെ സമയത്ത് എന്തായാലും നമ്മൾ വീട്ടിൽ ഇരിക്കും. അപ്പോൾ എന്തായാലും ഉള്ള ജോലികൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോഗ്സിൻ്റെ അടുത്ത് പോകുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പോകുന്നത് പണ്ടും പോകുമായിരുന്നു, ഇപ്പോഴും പോകും. ഞങ്ങളുടെ ജോലിയാണല്ലോ. ഞാൻ പഠിക്കാൻ കയറുന്നതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികളാണിതൊക്കെ. വേറെ ഒന്നും കൊണ്ടല്ല, ഇറ്റ്സ് ലൈക്ക് ആൻ എൻജോയ്മെൻറ്റ്. ഞാൻ PFAയിൽ വോളണ്ടിയർ ചെയ്യുന്നതും റെസ്ക്യൂസിന് പോകുന്നതും എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. ആൾക്കാർ എന്നെ കാണുമ്പോൾ റെസ്ക്യൂവിൽ കൂടുതലും ബോയ്സ് ആണ് പോകുന്നത്. അപ്പം ആണുങ്ങളെ കണ്ടിട്ട് പെട്ടെന്നൊരു പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ പണ്ട് നോക്കാറുണ്ട്. അതിപ്പോഴും ഉണ്ട്. സോ എനിക്കത് ഭയങ്കര ഒരു ത്രിൽ. സോ അതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ രാവിലെ തൊട്ട് രാത്രി ഒരിക്കലേ നടക്കുന്നത്. സോ ഇപ്പം എന്തായാലും ഇന്നിപ്പം ഹോസ്പിറ്റലിലാണ്. അഞ്ചലിൽ പോകണം എന്ന് വിചാരിച്ചു, പിന്നെ അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തതാണ്. ഹോസ്പിറ്റലിൽ ഇത്രയും ലേറ്റ് ആയപ്പോൾ പിന്നെ അവിടെ പോയിട്ട് വരാനുള്ള സമയമില്ല. സോ അത് നാളെ രാവിലത്തേക്കാക്കി. ഡോഗ്സിനെ സ്പ്രേ ചെയ്തിട്ട് കൊണ്ടുവിടുന്നതാണ്. അപ്പോൾ അത് നാളെ രാവിലത്തേക്ക് മാറ്റി. ഇനി ഹോസ്പിറ്റലിൽ പോകണം, റിസൾട്ട് വാങ്ങിക്കണം, ഡോക്ടറിനെ കാണിക്കണം. എന്താണ് പ്രശ്നമെന്ന് അറിയണം. നിങ്ങളുടെ അടുത്ത് ഞാനത് പറയാം. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഞാനത് ഷെയർ ചെയ്യാം. ഒന്നും കാണരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ബിക്കോസ് ഐ കാൺ റെസ്റ്റ്. എനിക്കിങ്ങനെ പണ്ട് ഞാൻ ആക്സിഡൻറ്റ് പറ്റിക്കിടന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒറ്റ കിടത്തെയാണ് കിടന്നത്. അതുപോലൊന്നും കിടക്കാനുള്ളൊരു എനിക്ക് വയ്യ. അത് ഭയങ്കര ബോറടിയാണ് കേട്ടോ. സോ നല്ലൊരു വേദനയുണ്ട്, നല്ലൊരു ക്ഷീണമുണ്ട്. സോ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് എന്തായാലും 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്തായാലും 7 മണിയാവും റിസൾട്ട് ആവാൻ. സോ അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ ആണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവാണ് റിസൾട്ട് വാങ്ങിക്കാൻ. 7 മണി കഴിഞ്ഞപ്പം ഇപ്പോൾ ചെന്നാൽ റിസൾട്ട് കിട്ടും. സോ എന്താണെന്നുള്ളതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ 27th ഡേ ഓഫ് ചലഞ്ച് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് കൈൻഡ് ഓഫ് ബിസി. ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ബിസി ആയിരിക്കും, അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ. പിന്നെ ഈ ആഴ്ച കുറച്ചുകൂടി ബിസിയാണ്, അതിന് കാരണങ്ങളുണ്ട്. ആൻഡ് ഓക്കെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് നാളത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാം എന്താ കാര്യം എന്ന്. റിസൾട്ടിൻ്റെയൊക്കെ നോക്കട്ടെ, എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് എനർജി കുറവുണ്ട്, ബട്ട് അതൊന്നും കാര്യമാക്കണ്ട. നാളെ ആകുമ്പോൾ എല്ലാം ഓക്കെ ആവും, ഒരു കുഴപ്പവും കാണത്തില്ല. ഓക്കെ ഗൈസ്, ബൈ.